വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിലിൽ മരണം 7ആയി. ഇന്നത്തെ പരിശോധനയിൽ 4 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുള്ള പരിശോധനയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ബീഹാർ സ്വദേശി മുഹമ്മദ് ഇമ്രാൻ, ഹിമാചൽ പ്രദേശ് സ്വദേശി രാഹുൽ എന്നിവരെ തിരിച്ചറിഞ്ഞു. ഒരാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇനി ഒരാളെ കൂടി കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. വിവരങ്ങളുമായി കള്ളാടിയിൽ നിന്ന് മിഥുൻ പിള്ള നമുക്കൊപ്പം ചേരുകയാണ്. മിഥുൻ, ഇന്നത്തെ തിരച്ചിലിൽ 4 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിക്കഴിഞ്ഞു. ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഒപ്പം എങ്ങനെയാണ് തിരച്ചിൽ പുരോഗമിക്കുന്നത്? വലിയ മഴയാണല്ലോ മിഥുൻ. രഹി 1, 2, 3 സോണുകളാക്കി തിരിച്ചുകൊണ്ടാണ് ഇപ്പോൾ കള്ളാടിയിൽ തിരച്ചിൽ പുരോഗമിക്കുന്നത്. ഈ തിരച്ചിലാണ് ഇപ്പോൾ ഇന്ന് 4 മൃതദേഹങ്ങൾ കിട്ടിയിരിക്കുന്നത്. ഇതിൽ ഒരാളെ മാത്രമാണ് ഇനി കണ്ടെത്താനുള്ളത്. ഇതുവരെ കണ്ടെത്തിയ ആളുകൾ ഇപ്രകാരമാണ്. ബീഹാർ സ്വദേശിയായ മുഹമ്മദ് ഇമ്രാൻ്റെ മൃതദേഹമാണ് ആദ്യം കണ്ടെത്തിയത്. അദ്ദേഹം ഈ നിർമ്മാണ കമ്പനിയിലെ എക്സ്കവേറ്ററിൻ്റെ ഓപ്പറേറ്ററായിരുന്നു. രണ്ടാമത് കണ്ടെത്തിയത് രാഹുൽ എന്ന് പറയുന്ന നിർമ്മാണ കമ്പനിയിലെ എഞ്ചിനീയറുടെ മൃതദേഹമാണ്. ഹിമാചൽ പ്രദേശ് സ്വദേശിയാണ് അദ്ദേഹം. മൂന്നാമത് കിട്ടിയത് UP സ്വദേശിയായ അസറുദ്ദീൻ അൻസാരിയുടെ മൃതദേഹമാണ്. നിർമ്മാണ കമ്പനിയിലെ സർവേയർ ആയിരുന്നു അസറുദ്ദീൻ അൻസാരി. ഈ പുഴ കേന്ദ്രീകരിച്ച് വ്യാപകമായി ഇപ്പോൾ തിരച്ചിൽ നടക്കുന്നുണ്ട്. 3-ാം സോണാണ്. ആ 3-ാം സോണിലാണ് കൂടുതൽ ആളുകൾ പെട്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പുഴ കേന്ദ്രീകരിച്ച് ഫയർഫോഴ്സും NDRF സംഘവും തമ്മിൽ ചേർന്ന് ഇത്തരത്തിലൊരു പരിശോധന നടത്തിയത്. ആ പരിശോധനയിലാണ് ഇപ്പോൾ 3 മൃതദേഹങ്ങൾ കണ്ടെത്തുന്നൊരു സാഹചര്യമുണ്ടായത്. ഇപ്പോൾ അല്പസമയം മുമ്പ് മറ്റൊരു മൃതദേഹം കൂടി കണ്ടെത്തിയിട്ടുണ്ട്. അത് ആ പുഴയിൽ നിന്ന് പുറത്തെടുക്കാനൊരു ശ്രമം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പുറത്തെടുത്തതിന് ശേഷം മാത്രമേ ഇത് ആരായിരിക്കും എന്ന കാര്യത്തിൽ ഇനിയൊരു വ്യക്തത വരികയുള്ളൂ. ഇനി കണ്ടെത്താനുള്ളത് ഒരാളെ മാത്രമാണ്. അതും ഈ നിർമ്മാണ തൊഴിലാളി തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഈ സോൺ 3-ൽ തന്നെ അദ്ദേഹവും കുടുങ്ങിക്കിടക്കാനുള്ള സാധ്യത ഏറെയാണ് എന്ന വിലയിരുത്തൽ തന്നെയാണ് ഉദ്യോഗസ്ഥരുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ മേഖല കേന്ദ്രീകരിച്ച് തന്നെ ഇപ്പോഴും തിരച്ചിൽ പുരോഗമിക്കുകയാണ്. ഉടൻ തന്നെ ആ കാണാതായ ഒരാളെ കൂടി കണ്ടെത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് അധികൃതരുള്ളത്. രാഖി. മിഥുൻ, വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിലിൽ മരണം 7ആയിരിക്കുകയാണ്. ഇന്നത്തെ പരിശോധനയിൽ 4 പേരുടെ മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തിയിട്ടുണ്ട്. ഒരാളെ കൂടി കണ്ടെത്താനുമുണ്ട്. ഒരു മൃതദേഹം തിരിച്ചറിയാനുണ്ട്. എന്തായാലും തിരച്ചിൽ അവിടെ പുരോഗമിക്കുകയാണ്. മിഥുൻ പിള്ളയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.